അപ്പൊ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ചാടിക്കളിക്കലാണോ? അല്ലേ അല്ല. ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കലാണോ? നേരം വെളുക്കോളം കാപ്പിയും കുടിച്ചിട്ട്? അല്ല. ശേഖന്മാരൊന്നും പറഞ്ഞിട്ട് ആക്ഷൻ നടത്തുന്ന കുറെ ആളുകളുടെ രീതിയാണ് പറഞ്ഞത്. നേരം വെളുക്കോളം ഫുദൂലാത്തും പറഞ്ഞങ്ങനെ ഇരിക്കുക. ശിഷ്യന്മാര് മുരീദുമാരെന്നുള്ള കുറെ ആൾക്കാരെ കൂട്ടി. പിന്നെ ആരാ? അധികാര വടംവലിയാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ. അതാണ് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ആരാ മൂത്തത്, ആരാ ഖലീഫ എന്നുള്ളതിൽ തർക്കം. പിന്നെ ഖലീഫകളുടെ പേരിൽ 3-4 ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം പ്രതിവാദം, മറുപടി, ഖണ്ഡനം, മണ്ഡനം. ആത്മീയ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ കാണിക്കുന്നത്. വേറെ കുറെ ആളുകൾ പരമാവധി പലയിടങ്ങളിലും പറ്റിച്ചേർന്ന് ദുന്യാവ് സ്വരൂപൂട്ടാനുള്ള കഠിനാധ്വാനങ്ങൾ. അതിന്റെ വഴിയിൽ അവർക്ക് അലിഫും ബാവും പഠിപ്പിച്ചവരെ പോലും തള്ളിക്കളഞ്ഞിട്ട് കുറ്റാരോപണം നടത്തിയിട്ട് ഞങ്ങൾ കൊള്ളാന്നുള്ള നെകളിപ്പിൽ അങ്ങനെ ജീവിക്കുക. ഞങ്ങൾ കൊള്ളാന്നുള്ള നെകളിപ്പിൽ ജീവിക്കുക. വേറെ കുറെ ശൈഖന്മാര് വരിക. എന്നിട്ട് അവര് സമൂഹത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഇടിച്ചു കയറാൻ വേണ്ടി പണ്ടൊക്കെ അഭിനയിച്ച് സിനിമാ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന പലരെയും അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് പറഞ്ഞവരെ അല്ലാതെ ഒരാളെ കുറിച്ചും അവർ സ്വർഗത്തിലാന്ന് എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും പറയാന്ന്? എങ്ങനെ പറയാം? അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അശറത്തുൽ മുബശ്ശിരീങ്ങൾ ഒരു ഹദീസിൽ എണ്ണി പറഞ്ഞതാണ്. സിദ്ദീഖുൽ ഫാറൂഖ് ഉസ്മാനുൻ അലി അർബഅത്തുൻ തർതീബു ഫളിഹിം ജലി വസിത്തത്തുൻ തമാമു അശരിൻ തൽഹ ബൈദനൽ മിഫ്ലാലു ഹാദിൽ റിബ്ഹ സഅദുൻ സഈദുൻ വബ്നു ഔഫിൻ ആമിറു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 പേർ. ഈ 10 പേർ സ്വർഗത്തിലാണെന്ന് മുത്തറസൂൽ ഒരു ഹദീസിൽ പറഞ്ഞത്. അതേ അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പ്രത്യേകത. ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ അവരെ കുറിച്ച് എണ്ണി പറഞ്ഞു എന്നുള്ളതാണ്. വേറെ കുറെ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ചില ആളുകളെ നോക്കിയിട്ട് മുത്തറസൂൽ പറഞ്ഞു സ്വർഗത്തിലേക്ക് നടക്കുന്ന ഒരാളെ കണ്ടോളൂ, ഇതേ ശ്രദ്ധിക്കുമെന്നും പറഞ്ഞു. ഇത്തരം ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ ഇത്തരം ആളുകൾ സ്വർഗത്തിലാണ് എന്നല്ലാതെ ആരാധനാ രംഗത്ത് വലിയ വൈഭവം കാണിച്ചു, വൈജ്ഞാനിക രംഗത്ത് വലിയ പ്രസിദ്ധനായി തീർന്നു. അവരൊക്കെ ജീവിച്ച രീതി അനുസരിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗത്തിലാണ് അവർ. അതിനുള്ള അധ്വാനത്തിൽ അവർ പരമാവധി പൂർണ്ണത വരിച്ചിട്ടുണ്ട്. വൈജ്ഞാനിക സേവനം അവർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു നിസ്കാരവും ഖളാക്കിയിട്ടില്ല. ഹദീസുകളും ഖുർആനും മൊത്തം പരിശോധിക്കുമ്പോ ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള പാതയാണ്. അവരൊക്കെ സ്വർഗത്തിലെത്തുമായിരിക്കും എന്ന് നിഗമനം നടത്താനല്ലാതെ ഇന്നയാള് സ്വർഗത്തിലാണ്, മുൻകാലത്ത് നടന്ന ഒരു സിനിമാ നടനെ കുറിച്ച് ഇയാള് സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഇന്നയാള് സ്വർഗത്തിലാണ്. ചില ആളുകൾ സംബന്ധമായിട്ട് പുസ്തകം ഇറക്കുകയാണ്. ഇങ്ങനത്തെ സ്വർഗമൊന്നും താല്പര്യമില്ലാത്ത മതനിഷേധികളാകുന്ന മുൻകാലത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ സ്വർഗത്തിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി തെളിയിച്ച് സ്വന്തക്കാരനാകാൻ വേണ്ടി ചിലരൊക്കെ പുസ്തകം ഇറക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ മതം നിഷിദ്ധമാക്കിയ വാദ്യോപകരണങ്ങളുടെ പേരെണ്ണി പറഞ്ഞു ഇതൊന്നും മറാമല്ല. ഞാനത് 15 മിനിറ്റ് ഇന്നയാളെ ഇരുത്തുന്നു പഠിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഞാൻ പഠിക്കലാണ് അത് ഹലാലാവുന്നതിന് തെളിവായിട്ട് ഉന്നയിക്കുന്നത്. ഇത് ദീനാണ്? ഇത് ഏത് ദീനാണ്? എന്നിട്ട് ചില പ്രത്യേക വ്യക്തികളെ എണ്ണി പറയാം. മുൻകാല സിനിമാ നടന്മാർ അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാം. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ത്വരീഖത്തുണ്ട് അല്ലെ? മഹാനുഭാവൻ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി തന്റെ അനുയായികളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ചില രീതികളാണത്. ദിക്റുകൾ അതിൽ വരും, സ്വലാത്ത് വരും, ഖുർആനോത്ത് വരും. ആ ത്വരീഖത്തുകളെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ തന്നെയും ആ ത്വരീഖത്തിന്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് മഹാനുഭാവന്റെ തരീഖത്തിന്റെ പ്രത്യേകതയായിട്ട് പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് വൈജ്ഞാനികമായി നന്നായിട്ട് ഉത്ബുദ്ധരാവുക എന്നുള്ളതാണ്. രണ്ടാമതായി ധാരാളമായി ഇബാദത്ത് ചെയ്യുക എന്നതാണ്. മൂന്നാമതായി ഇബാദത്തിന്റെ ഭാഗമായി ജനസേവനത്തെ കാണുക എന്നതാണ്. നാലാമതായി ഏറ്റവും വിനയത്തോടുകൂടെ ജീവിക്കുക എന്നതാണ്. അഞ്ചാമതായി ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് വിരക്തരാവുക എന്നതാണ്. ആറാമതായി ദിക്റുകളും സ്വലാത്തുകളും ഖുർആനോത്തും വർദ്ധിപ്പിക്കുക എന്നതാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ഭൗതികമായ
താല്പര്യങ്ങളെയും വെടിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നിട്ട് തൗബ ചെയ്ത് ഖുർആൻ ഓതി നിസ്കരിച്ച് ഒരു റീഫ്രഷ് ആവൽ പരിപാടിയാണ് ഇതൊക്കെ. റിഫായി ഷെയ്ഖിന്റെ തരീഖത്തിലെ കാര്യങ്ങൾ അറബി ഒഴിവാക്കി ഞാനിങ്ങനെ വായിക്കാണ്, നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ഇതിലെവിടെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ഹാർമോണിയം വായിക്കുക എന്നുള്ളത്? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ പവാട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നുള്ളത്? കാണുന്നുണ്ടോ? അപ്പൊ ആധുനിക കൾട്ടുകളും യഥാർത്ഥ തരീഖത്തും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ചിലപ്പോ ഒരു സന്തോഷമൊക്കെ തോന്നും അവിടെ എത്തിയിട്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ അവരുടെ റാത്തീബിലൊക്കെ പങ്കെടുത്താൽ കുറെ ഗോഷ്ഠികളും കുറെ ഈ പരിസരം അഭ്യുതത്തിലേക്ക് സംവിധാനിച്ച് ഈ കരിസ്മാറ്റിക് ധാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ ആ പരിസരമൊക്കെ അതുപോലെ സംവിധാനിച്ചൊക്കെ വെച്ചത് കൊണ്ട് നമുക്ക് റാഹത്തൊക്കെ തോന്നും. ഇപ്പോഴാ ഞാൻ എത്തിച്ചേർന്നത് എന്ന് ശരീഅത്തിന്റെ മാനദണ്ഡം പരിഗണിക്കാതെ ഒരാളും തീരുമാനിക്കാൻ പാടില്ല. ശരീഅത്തിനോട് വിരുദ്ധമായി എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. എല്ലാം ശരീഅത്തിനോട് ബന്ധപ്പെട്ടതാണോ എങ്കിലേ അത് മതപരമാവുള്ളൂ നമ്മൾ മനസ്സിലാക്കണം.